ഇനി അനാവശ്യ ചർച്ചകൾ വേണ്ട. കതിരവനിൽ അയ്യങ്കാളിയാകുന്നത് മമ്മൂക്ക തന്നെ. ചരിത്ര പുരുഷൻ ശ്രീ അയ്യങ്കാളിയായി മമ്മൂക്ക എത്തുന്നു. യുവ സംവിധായകൻ അരുൺ രാജാണ് മമ്മൂക്ക അയ്യങ്കാളിയായി എത്തുന്ന കതിരവൻ എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചിത്രത്തിൽ ക്യാമറ ചലിപ്പിക്കുന്നതും അരുൺ രാജ് തന്നെയാണ്. ജാതി പറഞ്ഞുള്ള ആക്ഷേപങ്ങളോട് പ്രതികരിക്കാൻ സമയമില്ലെന്നും കതിരവന്റെ തിരക്കിലാണ് താനെന്നും സംവിധായകൻ അരുൺ രാജ് പറഞ്ഞു. മുമ്പ് ബാക്കി പുറകെ എന്ന ക്യാപ്ഷനോട് കൂടി മമ്മൂക്കൊപ്പമുള്ള ചിത്രം അരുൺ രാജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഈ ഒരു പോസ്റ്ററിന് നേരെ വന്ന ജാതി അധിക്ഷേപ കമന്റുകൾക്കെതിരെ അരുൺ രാജ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന ആളാണ് മമ്മൂക്ക. താൻ ഒരു പുലയനാണെന്ന് താൻ അഭിമാനത്തോടെ തന്നെ പറയും. ആ കാരണത്താൽ തനിക്കും തന്റെ സിനിമക്കും ഒരു പ്രശ്നം ഇല്ലാമെന്നായിരുന്നു അരുൺ രാജിന്റെ പ്രതികരണം. അതിന് പിന്നാലെ താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകൻ മമ്മൂക്ക തന്നെയാണെന്ന് അരുൺ രാജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ തന്നെ കതിരവൻ എന്ന സിനിമയെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലെന്ന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ കതിരവൻ സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇട്ടിരുന്നു. ആ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. അതിലൊന്ന്, കതിരവനിൽ അയ്യങ്കാളിയായി മമ്മൂക്ക എത്താൻ പോകുന്നുവെന്ന് മമ്മൂക്ക ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല, കതിരവൻ സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിലൊക്കെ കമന്റൊക്കെ വന്നിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു സിനിമയിന്മേലുള്ള വ്യക്തതയാണ് ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. കതിരവന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് നാടക പ്രവർത്തകനും തിരക്കഥാകൃത്തുവുമായ പ്രദീപ് താമരക്കുളമാണ്. ഡ്രീം ലാൻഡ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ പ്രവാസി മലയാളികളായ 4 പേർ കൂടിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. മലയാളത്തിലെ പ്രമുഖ താരങ്ങളും പ്രശസ്ത ടെക്നീഷ്യൻസുമാണ് ചിത്രത്തിൽ അണിനിരക്കാൻ പോകുന്നതെന്നും അരുൺ രാജ് വ്യക്തമാക്കി. അതോടൊപ്പം ചിത്രത്തെ സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും സംവിധായകൻ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്കയുടെ കതിരവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.